അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അവരുടെ അവിശ്വാസ നിമിത്തം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് പറയാണ്, നിന്റെ അവിശ്വാസം കാരണം എനിക്ക് നിന്നിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം ഈശോ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അടുത്ത സ്ഥലത്തേക്ക് പോയി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ ആ പാരഗ്രാഫിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കാനാൻകാരിയുടെ വിശ്വാസം. കാനാൻകാരിയുടെ വിശ്വാസം. ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3 തവണ പോകുന്നില്ല, അവിടെ നിൽക്കുകയാണ്, വിശ്വാസത്തിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവസാനം യേശു പറഞ്ഞു, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. സ്ത്രീയെ, ഈ പറഞ്ഞവരെല്ലാം വിശ്വാസത്തിൽ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിച്ചവരാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കട്ടെ. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വെറും കൈയോടെ പോകാതിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിൽ ഒരു കാര്യം കർത്താവിൽ നിന്ന് ചോദിക്കുന്നതും പ്രാപിക്കുന്നതും പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ തന്നെ വെച്ചോളൂ, മരിക്കുന്നവർ അങ്ങനെ ഇരുന്നോട്ടെ, അനക്കണ്ട ആ ചിന്താഗതി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെയുള്ളവരോട് കുറിച്ച് കർത്താവിന് വലിയ മതിപ്പില്ല. അവരുടെ അവിശ്വാസം കാരണം കർത്താവ് അവരെ മൈൻഡ് ചെയ്തില്ല. അവർ അടുത്ത പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാര് ഇങ്ങനെ ഒരു രോഗിനെ കൊടുത്തപ്പോൾ സുഖപ്പെടുത്താൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ശിഷ്യന്മാരെ ശകാരിച്ചു. വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, ആ കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഈശോ നേരിട്ട് ആ കുട്ടിയുടെ മോഹനും എതിരനുമായ ആത്മാവിനെ ബഹിഷ്കരിച്ച് വിശു. എന്നിട്ട് അവരോട് പറഞ്ഞു, അവരുടെ വിശ്വാസരാഹിത്യത അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത അവരുടെ അവസ്ഥയെ യേശു ശകാരിച്ചു. പറഞ്ഞു, ഹല്ലേലൂയ. വൈദികർക്കും സമർപ്പിതർക്കും ശുശ്രൂഷകർക്കെല്ലാം ഈ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തിൽ ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം. യേശുവിന്റെ ശിഷ്യന്മാർക്ക് കപ്പാസിറ്റി ഉണ്ടായില്ല. അവരങ്ങനെ കഞ്ഞമുഞ്ഞ പറഞ്ഞപ്പോൾ എന്തായി? കർത്താവിന് അവരോട് വിഷമായി. അവരെ ശകാരിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൽ ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, സ്വീകരിക്കുന്നത് ഒരു പാപമായിട്ടൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെയുള്ളവരെ കർത്താവിന് റെസ്പെക്റ്റാണ്. കർത്താവ് ആദരിക്കുന്നു, കർത്താവ് അവരെ അസഭാഷ പറയുന്നു, കർത്താവ് അവരെ അംഗീകരിക്കുന്നു. അവരെന്താണോ ആഗ്രഹം അതുപോലെ ചെയ്തു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൻ്റെ അത്ഭുതം യാഥാർത്ഥ്യമാകാൻ ചിലപ്പോൾ ഞാനിവിടെ അട്ടപ്പാടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉടനെ അത് നടക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ 1 വർഷം കൊണ്ട് നടക്കണം നിർബന്ധമില്ല ചില കാര്യങ്ങൾ. പക്ഷേ നടക്കും. നമ്മൾ വിശ്വാസത്തിൽ ദുർബലരാകാതിരുന്നാൽ മതി. അബ്രാഹാം പ്രാർത്ഥിച്ചു, നക്ഷത്ര ദൈവം പറഞ്ഞു, അബ്രാഹാം ക്ലെയിം ചെയ്തു, വിശ്വാസ ദൃഷ്ടിയോട് കണ്ടു. എന്ത്? നക്ഷത്രജാലങ്ങൾ പോലെ മക്കള്. പിറ്റേ വർഷം ഉണ്ടായോ? അതിൻ്റെ പിറ്റേ വർഷം ഉണ്ടായോ? 75-ാമത്തെ വർഷത്തിൽ വാഗ്ദാനം കിട്ടിയതാണ്. 80ആയി 90ആയി കിട്ടിയില്ല. പക്ഷേ അബ്രാഹാം വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല. മറിച്ച് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ അവൻ ശക്തി പ്രാപിച്ചു. കാത്തിരുന്നു. അവൻ പറഞ്ഞു, വിശ്വാസം കണ്ടു, ക്ലെയിം ചെയ്തു, കാത്തിരുന്നു, അവൻ അത് പ്രാപിച്ചു.